ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഓണവിഭവം ഒരു കൂട്ടുകറിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പച്ചക്കായ, ചെറിയൊരു പച്ചക്കായ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തോലോട് കൂടി തന്നെയാണ് ഞാൻ മുറിച്ചിട്ടുള്ളത്. അതേപോലെ ഒരു 200 ഗ്രാം ചേന ചതുര കഷ്ണങ്ങളാക്കിയതും, 1/4 കപ്പ് കടലപ്പരിപ്പ് അരമണിക്കൂർ കുതിർത്തതിന് ശേഷം എടുത്തതാണ്. എല്ലാം കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. ഈ ചേനയൊക്കെ അധികം വേവില്ലാത്ത പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ചേനയാണ്. അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് വേവിച്ചാൽ നല്ല രീതിയിൽ തന്നെ കിട്ടും. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടുപ്പത്തേക്ക് മാറ്റാം. തേങ്ങ 1/2 കപ്പ് അരക്കാനും 1/2 കപ്പ് ഫ്രൈ ചെയ്യാനും എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും 4 ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട്. കുക്കർ ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫാക്കിയിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് തുറന്നത്. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. അതും കൂടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വറ്റിച്ചെടുക്കാം. പരിപ്പൊന്നും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. ഒരു കടിക്കുന്ന, നമ്മൾക്ക് ഇങ്ങനെ വായിലിട്ടാൽ കടിക്കാൻ കിട്ടുന്ന ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത്. വെന്ത് കുഴഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ജീരകവും ഉള്ളിയും ചേർത്ത് അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകവും 4 ചെറിയുള്ളിയാണ് ഞാൻ അരക്കാനെടുത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് നേരം ഒന്നത് മൂടി വെക്കാം. 1 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് അടുപ്പത്തു നിന്ന് മാറ്റാം. നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ തേങ്ങ 1/2 കപ്പ് എടുത്ത് വെച്ചിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്നും കൂടെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വറവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളറിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു തേങ്ങൻ്റെ വറവ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ. നല്ല ഫ്രൈ ആയ തേങ്ങയാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് വറവായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിലവരൊക്കെ കൂട്ടുകറിയിൽ ശർക്കര കൂടെ ചേർക്കാറുണ്ട്. ഞാനത് ചേർക്കാറില്ല. വേണമെങ്കിൽ അതും കൂടെ ചേർക്കാം. കടലപ്പരിപ്പിന് പകരം കടല വെച്ചിട്ട് നമുക്ക് ഈ കൂട്ടുകറി ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. പരിപ്പൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.